നമസ്കാരം. ജ്യോതിഷഭാരതിയിലേക്ക് സ്വാഗതം. ജന്മനക്ഷത്ര വൃക്ഷങ്ങളുടെ വിഭാഗത്തിൽ നമുക്ക് ഉത്രാടം നക്ഷത്രത്തിൻ്റെ വൃക്ഷത്തെ ഒന്ന് പരിചയപ്പെടാം. നമുക്കെല്ലാം വളരെ സുപരിചിതമായ പ്ലാവ് തന്നെയാണ് ഉത്രാടം നക്ഷത്രത്തിൻ്റെ വൃക്ഷം. പ്ലാവ് ലോകത്തിലെ ഏറ്റവും വലിയ ഫലം നൽകുന്ന ഒരു വൃക്ഷമാണ്. പഴുത്ത ചക്കപ്പഴത്തിൻ്റെ സ്വാദ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ പറമ്പിലും പൊതുവായിട്ട് നിൽക്കുന്ന ഒരു വൃക്ഷം തന്നെയാണിത്. വളരെ വലിപ്പമുള്ളതും പാലുള്ളതുമായ ഈ വൃക്ഷം വാസ്തുശാസ്ത്രപരമായി വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുന്നതാണ് ഉത്തമം. ഇതൊരു ദേവവൃക്ഷമായിട്ടാണ് സങ്കല്പിച്ചു വരുന്നത്. ഇംഗ്ലീഷിൽ ജാക്ക് ഫ്രൂട്ട് ട്രീ എന്നും സംസ്കൃതത്തിൽ പനസ എന്നും പ്ലാവിനെ അറിയപ്പെടുന്നുണ്ട്. വലിയ നിത്യഹരിത വൃക്ഷമാണ്. ഏറ്റവും വലിയ തിന്നാൻ പറ്റിയ പഴം തരുന്ന വൃക്ഷവും പ്ലാവ് തന്നെയാണ്. ഇന്ത്യ, ബ്രസീൽ, ബർമ്മ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ വളരുന്നു. കേരളത്തിലെ ഇലകുഴിയും ഈർപ്പവനങ്ങളിലും നിത്യഹരിത വനങ്ങളിലും അങ്ങിങ്ങായി കണ്ടുവരുന്നുണ്ട്. പ്ലാവ് വെച്ചുപിടിപ്പിക്കുന്നത് പൗരാണിക കാലം മുതൽക്ക് തന്നെ പുണ്യകർമ്മമായിട്ട് ഭാരതീയർ കരുതുന്നുണ്ട്. എല്ലാ വീട്ടിലും ഒരു പ്ലാവ് വെച്ച് പിടിപ്പിക്കുന്നത് വളരെ ഉത്തമമായിട്ട് ഭാരതീയരുടെ ആ ഒരു സംസ്കാരത്തിൽ തന്നെ കണ്ടുവരുന്നുണ്ട്. ഭരദ്വാജൻ്റെയും അഗസ്ത്യൻ്റെയും ആശ്രമങ്ങളിൽ ധാരാളം പ്ലാവ് ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. ജനുവരി ഫെബ്രുവരിയിലാണ് ഇതിൻ്റെ പൂക്കാലം. തായ്തടിയിലും ശാഖകളിലും ചിലപ്പോൾ അനാവൃത വേരുകളിലും പൂവുണ്ടാകും. ആൺപൂവും പെൺപൂവും പ്രത്യേകം കുലകളിൽ ഉണ്ടാകുന്നു. പെൺപൂക്കളിയുടെ മഞ്ചരീദണ്ഡം വളർന്നുണ്ടാകുന്നതാണ് ചക്കയിലെ കൂഞ്ഞൽ എന്ന് പറയുന്നത്. പെൺപൂക്കളിലെ പരിതളപുടം വളർന്ന് ചുളയും വന്ധ്യപുഷ്പങ്ങൾ ചകിണിയുമാകുന്നുണ്ട്. 30-40 കിലോഗ്രാം ഭാരമുള്ള കായ അപൂർവമല്ല. വിളഞ്ഞ കായയ്ക്ക് പച്ച കലർന്ന മഞ്ഞ നിറം ഉണ്ടാകും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ കായ് വിളഞ്ഞു തുടങ്ങും. പാകുന്നതിന് പുതിയ വിത്ത് ഉപയോഗിക്കുകയും വേണം. ഫർണിച്ചറിനും കെട്ടിടഭാഗങ്ങൾക്കും പ്ലാവിൻ്റെ തടി അത്യുത്തമമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ തടികളിലൊന്നാണ്. ആദ്യം മഞ്ഞ നിറവും പഴകുമ്പോൾ തേക്കിൻ്റേതുപോലെയുള്ള നല്ല നിറവുമായി മാറും. കാതലിന് നല്ല ഈടുണ്ട്. സാധാരണ നിലയിൽ കുമിളോ ചിതലോ ഒന്നും ഇതിനെ ബാധിക്കാറില്ല. തടിയിൽ മഞ്ഞ ചായം ഉണ്ടാകും. ഇല നല്ലൊരു കാലിത്തീറ്റ കൂടിയാണ്. ചക്കച്ചുളയിൽ പ്രോട്ടീൻ, കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, കാൽസ്യം, ഫോസ്ഫറസ് ഇവ കൂടാതെ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, ഇരുമ്പ് എന്നിവയുടെയും കലവറ കൂടിയാണ് ചക്കപ്പഴം. ലഹരി പദാർത്ഥങ്ങളോടൊപ്പം ചക്ക കഴിക്കാൻ പാടില്ല എന്നൊരു വിധിയുണ്ട്. ചക്കക്കുരുവും പോഷക സമൃദ്ധം തന്നെയാണ്. പഴം കഫപിത്തഹരിതമാണ്. പഴം ഊർജ്ജദായിനി കൂടിയാണ്. അധികമായാൽ വയറുവേദന ഉണ്ടാവുകയും ചെയ്യും. ചുക്കിൻ്റെ കഷായമാണ് ഇതിനൊരു പ്രതിവിധിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. സന്ധിവേദനയ്ക്ക് പഴുത്ത ഇലയിട്ട തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് വളരെ ആശ്വാസകരമാണ്. പ്രമേഹ രോഗികൾക്കും ഈ പ്ലാവിൻ്റെ പഴുത്ത ഇലയിട്ട് ആ ഇലയുടെ തണ്ട് ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും നല്ലതായിട്ട് പറയുന്നുണ്ട്. ചക്കപ്പഴം ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇലക്കഷായം എല്ലാത്തരം വിഷത്തിനും ഔഷധമാണ്. ചക്കക്കുരു സമം ഉഴുന്നുപൊടിയുമായി ചേർത്ത് പുഡിംഗ് ഉണ്ടാക്കി നെയ്യും ശർക്കരയും ചേർത്ത് കഴിച്ചാൽ ലൈംഗിക ശേഷി വർദ്ധിക്കുന്നതാണ്. വേരിൻ തൊലി കഷായം 30 മില്ലി ദിവസം 2-3 നേരം കഴിച്ചാൽ ത്വക്ക് രോഗങ്ങൾക്ക് ശമനമുണ്ടാകും. പ്ലാവിൻ്റെ വിറക് യാഗഹോമാദികളിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഉത്കൃഷ്ടമായ ഒരു വൃക്ഷം തന്നെയാണ്. ഹരി ഓം തത്സത്. ജ്യോതിഷഭാരതി.